ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് ഒരുപാട് താരങ്ങളെ സംഭാവന ചെയ്തിട്ടുള്ളൊരു ടൂർണമെന്റാണ് ഇന്ത്യയുടെ സ്വന്തം IPL. ഹാർദിക് പാണ്ഡ്യ, ബുംറ, അശ്വിൻ, വരുൺ ചക്രവർത്തി, റിങ്കു സിംഗ് തുടങ്ങി IPL മൂലം ഇന്ത്യൻ ടീമിൽ എത്തിപ്പെട്ട താരങ്ങളുടെ പേര് നീണ്ടുപോകും. എന്നാൽ ചില താരങ്ങൾ ചില സീസണുകളിൽ ഗംഭീരമായി പെർഫോം ചെയ്ത ശേഷം പിന്നീട് എവിടെയാണ് എന്ന് പോലും അറിയാത്ത നിലയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ IPLൽ വൺ സീസൺ വണ്ടറായി മാറിയ ചില താരങ്ങൾ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള കൂടുതൽ IPL വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്പർ 1, പോൾ വാൽത്താട്ടി. 2002 ഇന്ത്യയുടെ അണ്ടർ-19 ടീമിലൂടെയാണ് പോൾ വാൽത്താട്ടി ഇന്ത്യൻ ഡൊമസ്റ്റിക് സർക്യൂട്ടിലേക്ക് എത്തിയത്. ശേഷം ഡൊമസ്റ്റിക് പെർഫോമൻസിന്റെ പിൻബലത്തിൽ 2011 IPLൽ പഞ്ചാബ് ടീമിലേക്ക് ഇഞ്ചുറി റീപ്ലേസ്മെന്റായി വാൽത്താട്ടി എത്തി. ആ സീസണിൽ ചെന്നൈക്കെതിരെ 63 പന്തിൽ 120 നേടിയ പെർഫോമൻസോടെയാണ് പോൾ വാൽത്താട്ടി എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ശേഷം തൊട്ടടുത്ത മത്സരത്തിൽ 47 പന്തിൽ 75ഉം 29 റൺസ് വഴങ്ങി 4 വിക്കറ്റും വാൽത്താട്ടി വീഴ്ത്തിയതോടെ വാർത്തകളിൽ താരം ഇടിപിടിക്കാൻ തുടങ്ങി. ആ സീസണിൽ 463 റൺസാണ് പോൾ വാൽത്താട്ടി അടിച്ചത്. കൂടാതെ ജയ്സ്വാൾ 2023 124 നേടുന്നതുവരെ ഒരു അൺക്യാപ്ഡ് താരത്തിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന റെക്കോർഡും വാൽത്താട്ടിയുടെ പേരിലായിരുന്നു. ഈ സ്റ്റെല്ലർ പെർഫോമൻസിന്റെ പിൻബലത്തിൽ അടുത്ത സീസണിന് വേണ്ടി പഞ്ചാബ് താരത്തെ റീറ്റെയിൻ ചെയ്തു. പക്ഷേ തൊട്ടടുത്ത സീസണിൽ കാര്യമായ പെർഫോമൻസ് നടത്താൻ പറ്റാതെ പോയതോടെ വാൽത്താട്ടി പതിയെ IPLൽ നിന്നും പുറത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. ശേഷം ഡൊമസ്റ്റിക് മത്സരത്തിൽ കണ്ണിന് പരിക്ക് പറ്റിയതോടെ വാൽത്താട്ടി തന്റെ കരിയറും അവസാനിപ്പിച്ചു. നമ്പർ 2, സ്വപ്നിൽ അസ്നോഡ്കർ. IPLന്റെ പ്രഥമ സീസണിൽ ഗ്രെയിം സ്മിത്തിനൊപ്പം ഓപ്പൺ ചെയ്യാൻ രാജസ്ഥാൻ കണ്ടെത്തിയത് ഗോവൻ ഓപ്പണറായ സ്വപ്നിൽ അസ്നോഡ്കറെയായിരുന്നു. ആ സീസണിൽ ഈ ജോഡി 59 ആവറേജിൽ 418 റൺസ് അടിച്ച് രാജസ്ഥാന്റെ കിരീട വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു. ആ ടൂർണമെന്റിൽ ഇവരെക്കാൾ കൂടുതൽ റൺസ് മറ്റൊരു ഓപ്പണിംഗ് ജോഡിയും നേടിയതുമില്ല. ഈ കൂട്ടുകെട്ടിൽ 244 റൺസായിരുന്നു അസ്നോഡ്കറുടെ സമ്പാദ്യം. ആ ടൂർണമെന്റിലെ മികച്ച പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ 2008 ഇസ്രായേലിലേക്ക് പോയ ഇന്ത്യൻ എമർജിംഗ് ടീമിന്റെ ഭാഗമാകാനും താരത്തിന് സാധിച്ചിരുന്നു. എന്നാൽ ഇതിനുശേഷം നടന്ന സീസണുകളിൽ കാര്യമായ പെർഫോമൻസ് വരാതെ വന്നതോടെ താരം പതിയെ പുറത്തേക്ക് പോവുകയാണ് ചെയ്തത്. 2018 വരെ ഗോവയ്ക്ക് വേണ്ടി സ്വപ്നിൽ രഞ്ജി കളിച്ചിരുന്നു. നമ്പർ 3, കാമ്രാൻ ഖാൻ. IPLലെ തന്നെ ഏറ്റവും ഇൻസ്പയറിംഗ് ആയ സ്റ്റോറികളിൽ ഒന്നാകുമായിരുന്ന താരമായിരുന്നു രാജസ്ഥാന്റെ ലെഫ്റ്റ് ആം പേസർ കാമ്രാൻ ഖാൻ. സാക്ഷാൽ ഷെയ്ൻ വോൺ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിലെ നെക്സ്റ്റ് ബിഗ് തിങ് എന്നായിരുന്നു കാമ്രാനെ വിശേഷിപ്പിച്ചത്. 2009 രാജസ്ഥാന് വേണ്ടി അരങ്ങേറ്റം നടത്തിയ താരം ആ സീസണിൽ 5 മത്സരത്തിൽ നിന്നും 6 വിക്കറ്റ് നേടിയിരുന്നു. IPL ചരിത്രത്തിലെ ആദ്യത്തെ സൂപ്പർ ഓവർ എറിഞ്ഞതും കാമ്രാനായിരുന്നു. തൊട്ടടുത്ത സീസണിൽ 3 മത്സരങ്ങളിൽ നിന്നും 3 വിക്കറ്റ് നേടിയ താരം ക്രിസ് ഗെയിലിനെ ക്ലീൻ ബൗൾഡ് ആക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ സീസണിൽ രാജസ്ഥാൻ താരത്തെ റിലീസ് ചെയ്യുകയും 2011 കാമ്രാൻ പൂനെ വാരിയേഴ്സിൽ എത്തുകയും ചെയ്തു. എന്നാൽ ആ സീസണിൽ 1 മത്സരം മാത്രമാണ് കാമ്രാന് കളിക്കാൻ കിട്ടിയത്. 8-നടുത്ത എക്കോണമിയും 17 സ്ട്രൈക്ക് റേറ്റുമുള്ള കാമ്രാന് സത്യത്തിൽ കൂടുതൽ മത്സരങ്ങൾ എന്തുകൊണ്ട് കിട്ടിയില്ല എന്നത് ഇപ്പോഴും അത്ഭുതമാണ്. 2011 കാമ്രാൻ IPLന് പുറത്തേക്ക് പോവുകയും പിന്നീട് ദിവസക്കൂലിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ അങ്കിളിന്റെ വയലിൽ പണിക്ക് പോവുകയുമാണ് ചെയ്തത്. നമ്പർ 4, മൻവീന്ദർ സിംഗ് ബിസ്ല. 2009 ഡെക്കാൻ ചാർജേഴ്സിലൂടെയാണ് ബിസ്ല IPL അരീനയിലേക്ക് എത്തുന്നത്. എന്നാൽ 1 മത്സരം പോലും കളിക്കാനുള്ള അവസരം താരത്തിന് ലഭിച്ചില്ല. തൊട്ടടുത്ത വർഷം പഞ്ചാബിലേക്ക് പോയപ്പോൾ 10 മത്സരത്തിൽ നിന്നും 218 റൺസായിരുന്നു ബിസ്ല നേടിയത്. എന്നാൽ 2011 മുതൽ 13 വരെ കൊൽക്കത്തയിൽ കളിക്കാൻ അവസരം കിട്ടിയതോടെയാണ് ബിസ്ല എന്ന താരത്തെ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. 2012 സീസണിന്റെ ഫൈനലിൽ ചെന്നൈക്കെതിരെ 48 പന്തിൽ 89 ബിസ്ല നേടിയതായിരുന്നു കൊൽക്കത്തയ്ക്ക് കന്നി കിരീടം നേടിക്കൊടുത്തത്. ആ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ചും ബിസ്ല തന്നെയായിരുന്നു. പിന്നീട് കൊൽക്കത്തയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് താരം ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. എന്നാൽ അവിടെ കാര്യമായ പെർഫോമൻസ് ഇല്ലാതെ വന്നതോടെ ബിസ്ലയും IPLലെ ഫൊർഗോട്ടൺ താരങ്ങളുടെ ലിസ്റ്റിലേക്ക് ഇടം പിടിക്കുകയാണ് ഉണ്ടായത്. IPLൽ കളിച്ചിട്ടുള്ള 36 മത്സരങ്ങളിൽ നിന്ന് 758 റൺസാണ് ബിസ്ലയുടെ സമ്പാദ്യം.